ജി ഡി പി പ്ലസ് NFIA. AB രക്തഗ്രൂപ്പുള്ള ഒരു വ്യക്തിക്ക് എ രക്തഗ്രൂപ്പ്. ഹലോ, ഏവർക്കും സ്മാർട്ട് ബീസിലേക്ക് സ്വാഗതം. ഒരുപാട് ആൾക്കാർ ഈ പറയുന്ന CPOയ്ക്ക് കൂടി വർക്കൗട്ട് തരാമെന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട്. എടാ, ഞാൻ CPOയ്ക്കും അതുപോലെ തന്നെ ASMനും പിന്നെ +2 ലെവൽ പരീക്ഷകൾക്ക് 10th ലെവൽ പരീക്ഷകൾക്ക് ഇതിനൊക്കെ കോമൺ ആയിട്ടുള്ള സിലബസ് എന്നുള്ള ചോദ്യങ്ങളാണ് ഇടുന്നത് കേട്ടോ. ഓക്കെ, അത് മാത്രമല്ല, നിങ്ങൾ ഈ ചെയ്യുന്നത് ഓൾമോസ്റ്റ് എല്ലാം നിങ്ങളുടെ സിലബസ് ഉള്ളത് തന്നെ. ഇപ്പോൾ CPOയ്ക്കായാലും 80 മാർക്കിൽ വരുന്ന കാര്യങ്ങൾ ബാക്കിയുള്ള ASMനും മറ്റുമൊക്കെ പഠിക്കാനുണ്ട്. പിന്നെ വർക്കൗട്ട് സ്ഥിരമായിട്ട് ചെയ്യുന്ന കുട്ടികൾക്ക് അറിയാം നമ്മൾ ചെയ്യുന്നത് അത്യാവശ്യം അഡ്വാൻസ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് കേട്ടോ. ഓക്കെ, സോ ഈ വർക്കൗട്ട് CPO പരീക്ഷയ്ക്ക് യൂസ്ഫുൾ ആവും കേട്ടോ. അപ്പം നിങ്ങൾ അത് നോക്കിക്കൊണ്ടാൽ മതി. ഞാൻ ഒരു ഈ തംബ്നെയിലിൽ CPO എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കൂടെ യൂസ്ഫുൾ ആവുന്ന വർക്കൗട്ട് ആയിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ അത് ചെയ്തോണം. CPOയ്ക്ക് മാത്രമല്ല, ഫയർഫോഴ്സിനും എല്ലാം ഇത് യൂസ്ഫുൾ ആവും കേട്ടോ. ഓക്കെ, ശരി, നമുക്ക് ഇന്നത്തെ വർക്കൗട്ട് ചെയ്യാം. ഇന്ന് എനിക്ക് ടോപ്പിക് വൈസ് ക്വസ്റ്റ്യൻ സെറ്റ് ചെയ്യാൻ സമയം കിട്ടിയില്ല. 20 റാൻഡമായിട്ടുള്ള ചോദ്യങ്ങളാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ശരി, അപ്പോൾ എൻ്റെ കൂടെ വർക്കൗട്ട് ചെയ്യുക. വലിയ ബുദ്ധിമുട്ടിക്കൊന്നും തോന്നല്ല ചോദ്യങ്ങൾ. ലാസ്റ്റ് എത്ര മാർക്ക് ഉണ്ടെന്നോ എത്രത്തോളം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു, ഏതൊക്കെ അറ്റൻഡ് ചെയ്തില്ല, ആ കാര്യം കമൻറ്റ് ചെയ്യണം. ഓക്കെ, ക്ലിയർ ആണ്? ശരി, ചെയ്തോ. ഒന്നാമത്തെ ചോദ്യം, COPRA എന്നതിൻ്റെ പൂർണ്ണരൂപം ഏതാണ്? കോപ്ര എന്നതിൻ്റെ പൂർണ്ണരൂപം കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് എന്നാണ്. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് എന്നാണ്. അപ്പോൾ ഏത് വരുമ്പോഴേ ഓപ്ഷൻ C ആണ്. ഓപ്ഷൻ C ആണ് ആൻസർ കേട്ടോ. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് ആണ് COPRA എന്നതിൻ്റെ പൂർണ്ണരൂപം കേട്ടോ. ഇത് പലതവണ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് കേട്ടോ. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് ആണ് COPRA എന്നതിൻ്റെ പൂർണ്ണരൂപം. ഓക്കെ, സത്യം പറഞ്ഞാൽ സുപ്രധാന നിയമങ്ങൾ എന്നൊരു പോർഷൻ നമ്മുടെ ഈ CPOയ്ക്ക് വരത്തില്ല. പക്ഷേ ഇതൊരു +2 ലെവൽ പ്രിലിംസിൻ്റെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓക്കെ, അടുത്ത ചോദ്യം നോക്കിയേ. മൗലിക അവകാശവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതെന്നാണ്? മൗലിക അവകാശവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതെന്നാണ്? ഭരണഘടനയുടെ 4-ാം ഭാഗത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നു. തെറ്റാണ്. നമുക്കറിയാം ഭരണഘടനയുടെ 4-ാം ഭാഗം എന്താണ് പിള്ളേരെ? അത് DPSP ആണ് അല്ലെ. DPSP എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, അതായത് മാർഗനിർദ്ദേശ തത്വങ്ങളാണ് ഭാഗം 4-ൽ വരുന്നത്. അടുത്ത രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കിയാൽ ഭരണഘടനയുടെ 3-ാം ഭാഗത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നു. ശരിയാണ്. ഭരണഘടനയുടെ 3-ാം ഭാഗത്താണ് ഏത് വരുന്ന പിള്ളേരെ? മൗലിക അവകാശങ്ങൾ വരുന്നത്. കോടതി നടപടികളിലൂടെ നേടിയെടുക്കാൻ കഴിയും. മൗലിക അവകാശങ്ങൾ കോടതി നടപടികളിലൂടെ നേടിയെടുക്കാൻ കഴിയുമെന്നാണ് കൊടുത്തിരിക്കുന്നത്. അത് ശരിയാണ്. ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്ന് കടമെടുത്തിരിക്കുന്നു. തെറ്റാണ്. ബ്രിട്ടീഷ് ഭരണഘടന എന്നല്ല നമ്മൾ കടമെടുത്തിരിക്കുന്നത്. നമ്മൾ കടമെടുത്തിരിക്കുന്നത് അമേരിക്കയിൽ നിന്നാണ്. മൗലിക അവകാശങ്ങൾ നമ്മുടെ കടമെടുത്തിരിക്കുന്നത് അമേരിക്കയിൽ നിന്നാണ്. മൗലിക അവകാശങ്ങൾ കടമെടുത്തിരിക്കുന്നത്. അപ്പം 2ഉം 3ഉം വരും. ഓപ്ഷൻ D ആണ് ആൻസർ. 2, 3. ഓപ്ഷൻ D ആണ് ആൻസർ. 2, 3 എന്നതാണ് ആൻസർ കേട്ടോ. അടുത്ത ചോദ്യം, ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഓർ പ്രസ്താവനകൾ. ക്യാബിനറ്റ് മിഷൻ പദ്ധതി പ്രകാരം രൂപം കൊണ്ടത്. ശരിയല്ലേ? ക്യാബിനറ്റ് മിഷൻ പദ്ധതി പ്രകാരമല്ലേ ഈ ഭരണഘടനാ നിർമ്മാണ സഭ രൂപം കൊണ്ടത്? ശരിയാണ്. 3 മലയാളി വനിതകൾ പങ്കെടുത്തു. 3 മലയാളി വനിതകൾ നമുക്കറിയാം. ആനി മസ്കരീൻ, അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ. ആനി മസ്കരീൻ, അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ. അതിൽ ആനി മസ്കരീൻ തിരുവിതാംകൂറിൽ നിന്നും അമ്മു സ്വാമിനാഥനും ദാക്ഷായണി വേലായുധനും മദ്രാസിൽ നിന്നും. അങ്ങനെ 3 വനിതകൾ തന്നെയാണ് പങ്കെടുത്തത്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. തെറ്റാണ്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരായിരുന്നു കുട്ടികളെ? അംബേദ്കർ ആയിരുന്നു. KM മുൻഷി ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ ഒരു അംഗമായിരുന്നു. KM മുൻഷി ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അംഗമായിരുന്നു. ശരിയാണ്. KM മുൻഷി ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ ഒരു അംഗമായിരുന്നു. അപ്പോൾ ഇവിടെ 1, 2, 4 എന്നതാണ് ആൻസർ. ഓപ്ഷൻ B 1, 2, 4 എന്നതാണ് ആൻസർ കേട്ടോ. അടുത്ത് ഇനി ഈ ചോദ്യത്തിലേക്ക് ഞാനൊരു കാര്യം പറഞ്ഞുതരാം. ഈ ഒരു ചോദ്യത്തിലൊക്കെ നിങ്ങൾക്ക് ഇപ്പം KM മുൻഷി അംഗമായിരുന്നോ അല്ലായിരുന്നോ എന്നൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഒരു കാര്യം നോക്കാം. 3 എന്തായാലും തെറ്റാണ്. 3 എന്തായാലും തെറ്റാണ്. ഓക്കെ, 1ഉം 2ഉം ശരിയാണെന്ന് നമുക്ക് മനസ്സിലായി അല്ലേ? 3 എന്തായാലും തെറ്റാണെന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പിള്ളേരെ? എന്തായാലും 1ഉം 2ഉം ഉള്ള ഓപ്ഷൻ ആയിരിക്കും ആൻസർ. പിന്നെ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ 3 ഉണ്ട്, അത് നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കളയാം. ഇവിടെ 3 ഉണ്ട്, അത് നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ഇവിടെയും 3 ഉണ്ട്, അത് എലിമിനേറ്റ് ചെയ്യാം. അങ്ങനെയൊക്കെ നമുക്ക് ആൻസർ എടുക്കാം കേട്ടോ. വെട്ടി ചെയ്യാനൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും. സ്ഥിരമായിട്ട് വർക്കൗട്ട് ആണെന്ന കുട്ടികൾക്ക് അറിയായിരിക്കും. ഓക്കെ, അടുത്ത ചോദ്യം, പ്രാദേശിക ഭരണകൂടങ്ങൾക്ക് ഭരണഘടനാ പദവി നിർദ്ദേശ കമ്മിറ്റി ഏതാണ്? പ്രാദേശിക ഭരണകൂടങ്ങൾക്ക് ഭരണഘടനാ പദവി നിർദ്ദേശ കമ്മിറ്റിയാണ് PK തുംഗം കമ്മിറ്റി. ഒരു കാര്യങ്ങൾ പഠിച്ചോണ്ട് PK തുംഗം കമ്മിറ്റിയുടെ വർഷം ഇമ്പോർട്ടൻ്റ് ആണ്. 1989 PK തുംഗം കമ്മിറ്റി. 1989 PK തുംഗം കമ്മിറ്റി. അതും കൂടെ പഠിച്ചിരിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്.
അടുത്ത, ഇന്ത്യയിൽ പണനയം നടപ്പിലാക്കുന്ന സ്വതന്ത്ര അതോറിറ്റി ഏതാണ്? ഇന്ത്യയിൽ പണനയം നടപ്പിലാക്കുന്ന സ്വതന്ത്ര അതോറിറ്റി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് ഇന്ത്യയിൽ പണനയം നടപ്പിലാക്കുന്ന സ്വതന്ത്ര അതോറിറ്റി. ധനകാര്യ മന്ത്രാലയമാണ് ധനനയം നടപ്പിലാക്കുന്നത് ധനകാര്യ മന്ത്രാലയമാണ്. പണനയം നടപ്പിലാക്കുന്നത് റിസർവ് ബാങ്ക്. ധനനയം നടപ്പിലാക്കുന്നത് കേന്ദ്ര ഗവൺമെന്റ് എന്ന് ചോദിച്ചാലും തെറ്റില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഓപ്ഷൻ കണ്ടാൽ ഡൗട്ട് വിചാരിക്കേണ്ട. ധനനയം നടപ്പിലാക്കുന്നത് കേന്ദ്ര ഗവൺമെന്റ് എന്നോ അല്ലെങ്കിൽ ധനകാര്യ മന്ത്രാലയം എന്നോ നമുക്ക് പഠിക്കാം. അതുപോലെ തന്നെ പണനയം നടപ്പിലാക്കുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. അടുത്ത, GDP പ്ലസ് NFIA. എന്താണ് NFIA എന്ന് നിങ്ങൾക്കറിയോ? എന്താണ് NFIA എന്നറിയാവോ? GDP നമുക്കറിയാം മൊത്തം ആഭ്യന്തര ഉൽപ്പന്നം. NFIA എന്ന് വെച്ച് കഴിഞ്ഞാൽ നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം അബ്രോഡ്. GDP പ്ലസ് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം അബ്രോഡ്, അത് തമ്മിൽ കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് മൊത്ത ദേശീയ ഉൽപ്പന്നം അല്ലെങ്കിൽ GNP കിട്ടും. മൊത്ത ദേശീയ ഉൽപ്പന്നം അല്ലെങ്കിൽ GNP കിട്ടും. അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി ആണ്, മൊത്ത ദേശീയ ഉൽപ്പന്നം അല്ലെങ്കിൽ ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ്. അപ്പൊ GDPയോടൊപ്പം മൊത്ത ആഭ്യന്തര ഉൽപ്പന്നത്തോടൊപ്പം വിദേശത്ത് നിന്നുള്ള അറ്റ ഘടക വരുമാനം കൂട്ടുമ്പോൾ, അതായത് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്ന എന്താ പിള്ളേരെ? GNP ആണ്. അതായത് മൊത്ത ദേശീയ ഉൽപ്പന്നമാണ് ലഭിക്കുന്നത്. പഠിക്കുക കേട്ടോ. ഓക്കെ. അടുത്ത്, ജൈവ വൈവിധ്യ മേഖലകളിൽ ഹോട്ട്സ്പോട്ടുകൾ എന്ന ആശയം രൂപകൽപ്പന ചെയ്ത ശാസ്ത്രജ്ഞൻ ആരാണ്? ജൈവ വൈവിധ്യ മേഖലകളിൽ ഹോട്ട്സ്പോട്ട് എന്ന ആശയം രൂപകൽപ്പന ചെയ്ത ശാസ്ത്രജ്ഞനാണ് നോർമൻ മേയർ. ആരാ? നോർമൻ മേയർ. ജൈവ വൈവിധ്യ മേഖലകളിലെ ഹോട്ട്സ്പോട്ടുകൾ എന്ന ആശയം രൂപകൽപ്പന ചെയ്ത വ്യക്തിയാണ് ആരാ? നോർമൻ മേയർ. നോർമൻ മേയർ ആണ് അതിന്റെ ആൻസർ. ആൻസർ പഠിച്ചിരിക്കുക. ഹോട്ട്സ്പോട്ടുകൾ നോർമൻ മേയർ. അടുത്ത ചോദ്യം, AB രക്തഗ്രൂപ്പുള്ള ഒരു വ്യക്തിക്ക് രക്തഗ്രൂപ്പുള്ള മറ്റൊരു വ്യക്തിക്ക് രക്തദാനം ചെയ്യുവാൻ കഴിയില്ല. കാരണം രക്തഗ്രൂപ്പുള്ള വ്യക്തിയുടെ ശരീരത്തിൽ ആന്റി-B എന്ന ആന്റിബോഡി ഉൽപ്പാദിപ്പിക്കപ്പെടും എന്നതുകൊണ്ട്. അതായത് AB രക്തഗ്രൂപ്പുള്ള ഒരു വ്യക്തിക്ക് രക്തഗ്രൂപ്പുള്ള മറ്റൊരു വ്യക്തിക്ക് രക്തദാനം ചെയ്യുവാൻ കഴിയില്ല. അതിനുള്ള കാരണം ഇതാണ്: രക്തഗ്രൂപ്പുള്ള വ്യക്തിയുടെ ശരീരത്തിൽ ആന്റി-B എന്ന ആന്റിബോഡി ഉൽപ്പാദിപ്പിക്കപ്പെടും. ഇനി ചോദ്യത്തിൽ AB രക്തഗ്രൂപ്പുള്ള ഒരു വ്യക്തിക്ക് B രക്തഗ്രൂപ്പുള്ള മറ്റൊരു വ്യക്തിക്ക് രക്തദാനം ചെയ്യുവാൻ കഴിയില്ല കാരണം ചോദിക്കുകയാണെങ്കിൽ, ഒരു ബസ് പോയതിന്റെ വേറൊന്ന് കേട്ടത്. ഓക്കെ, AB രക്തഗ്രൂപ്പുള്ള ഒരു വ്യക്തിക്ക് B രക്തഗ്രൂപ്പുള്ള, അതായത് A മാറ്റിയിട്ട് B ആണ് ചോദ്യത്തിൽ വരുന്നതെങ്കിൽ രക്തഗ്രൂപ്പുള്ള മറ്റൊരു വ്യക്തിക്ക് രക്തദാനം ചെയ്യാൻ കഴിയില്ല. അതിനുള്ള കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആന്റി-A എന്ന ആന്റിബോഡി രൂപം കൊള്ളും. അതായത് ബി ഗ്രൂപ്പിനാണ് AB ഡൊണേറ്റ് ചെയ്യുന്നതെങ്കിൽ ആന്റി-A എന്ന ആന്റിബോഡി രൂപം കൊള്ളും. A ഗ്രൂപ്പിനാണെങ്കിൽ ആന്റി-B എന്ന ആന്റിബോഡി രൂപം കൊള്ളും. ഇത് രണ്ടും മാറി തിരിഞ്ഞ് ചോദിക്കാറുണ്ട്. ഏതാണോ ബ്ലഡ് ഗ്രൂപ്പ് അതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും ആന്റിബോഡി വരുന്നത്. ഇമ്പോർട്ടന്റ് ആണേ. അടുത്ത ചോദ്യം, ഒരു ചില്ല് പാത്രത്തിലേക്ക് ചൂടുവെള്ളം ഒഴിക്കുമ്പോൾ അത് പൊട്ടിപ്പോവാൻ കാരണം എന്താണ്? ഒരു ചില്ല് പാത്രത്തിലേക്ക് ചൂടുവെള്ളം ഒഴിക്കുമ്പോൾ അത് പൊട്ടിപ്പോവാൻ കാരണം ചില്ലുപാത്രത്തിന്റെ താപചാലകത കുറവായത് കൊണ്ടാണ് ചില്ലുപാത്രത്തിലേക്ക് ചൂടുവെള്ളം ഒഴിക്കുമ്പോൾ അത് പൊട്ടിപ്പോകുന്നത്. അടുത്ത, മറ്റൊരാളുടെ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റം ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിന്റെ ഏത് സെക്ഷനിൽ പെടുന്നു? മറ്റൊരാളുടെ സ്വകാര്യതയിലേക്ക് നമ്മൾ കടന്നു കയറുന്നതിനെ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിന്റെ IT ആക്ടിന്റെ സെക്ഷൻ 66E ഉൾപ്പെടുത്തുന്നു. ഓക്കെ. അടുത്ത്, കാലിയം എന്നത് ഏത് മൂലകത്തിന്റെ ലാറ്റിൻ നാമമാണ്? ഇതൊക്കെ ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. കാലിയം എന്നത് പൊട്ടാസ്യത്തിന്റെ, ഓപ്ഷൻ സി, പൊട്ടാസ്യത്തിന്റെ ലാറ്റിൻ നാമമാണ് കാലിയം. അതുകൊണ്ടാണ് പൊട്ടാസ്യത്തിന്റെ പ്രതീകമായിട്ട് നിൽക്കുന്നത്, K നിൽക്കുന്നത്. പൊട്ടാസ്യത്തിന്റെ പ്രതീകം K ആകാൻ കാരണം കാലിയം എന്നത് പൊട്ടാസ്യത്തിന്റെ ലാറ്റിൻ നാമമാണ്. അടുത്ത്, താഴെ പറയുന്നവയിൽ കഥകളിയുമായി ബന്ധപ്പെടാത്ത പ്രസ്താവന ഏതാണ്? നമുക്ക് നോക്കാം. മിനുക്ക്, പച്ച, കത്തി, കരി, താടി എന്നിവ കഥകളിയിലെ പ്രധാന വേഷങ്ങളാണ്. ശരിയാണ്. ഈ പറഞ്ഞ മിനുക്ക്, പച്ച, കത്തി, കരി, താടി എന്നിവ കഥകളിയിലെ പ്രധാന വേഷങ്ങളാണ്. ശരിയാണ്. ചെണ്ട, ശുദ്ധമദ്ദളം, ചേങ്കില, ഇലത്താളം എന്നീ വാദ്യങ്ങൾ കഥകളിയിൽ ഉപയോഗിക്കും. അതും ശരിയാണ്. കഥകളിക്ക് അവലംബമായിട്ടുള്ള സാഹിത്യരൂപം ആട്ടക്കഥയാണ്.
സംഭാഷണ പ്രധാനമായ സാഹിത്യ രൂപമാണ് കഥകളി. ശരിയാണോ? സംഭാഷണ പ്രധാനമായ സാഹിത്യ രൂപമാണോ കഥകളി? തെറ്റാണ്. കഥകളിയിൽ സംഭാഷണമില്ല. അപ്പൊ ഇവിടെ ആൻസർ ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ ആണ് 4 കേട്ടോ. കഥകളിയിൽ സംഭാഷണമില്ല. അടുത്ത്, ഒളിമ്പിക്സ് ചിഹ്നത്തിൽ എത്ര വളയങ്ങൾ കോർത്തിണക്കിയിട്ടുണ്ട്? ഒളിമ്പിക്സ് ചിഹ്നത്തിൽ എത്ര വളയങ്ങൾ കോർത്തിണക്കിയിട്ടുണ്ടെന്ന് ആലോചിച്ച് നോക്കിയേ. ഒളിമ്പിക്സ് ചിഹ്നത്തിൽ 5 വളയങ്ങളാണ് കോർത്തിണക്കിയിരിക്കുന്നത്. 5 വളയങ്ങളാണ്. അപ്പൊ ആൻസർ ഏതുവരോടാ? ആൻസർ ഓപ്ഷൻ ബി 5. ഓപ്ഷൻ ബി 5 ആണ് കേട്ടോ. ഒളിമ്പിക്സ് ചിഹ്നത്തിൽ എത്ര വളയങ്ങളാണ് കുട്ടികളെ? 5 വളയങ്ങളാണ് കേട്ടോ. അടുത്ത്, ഖരപദാർത്ഥങ്ങളെ ചൂടാക്കി നേരിട്ട് വാതകമാക്കി മാറ്റുന്ന പ്രക്രിയയാണ് ഉത്പതനം. ഖരപദാർത്ഥങ്ങളെ ചൂടാക്കി നേരിട്ട് വാതകമാക്കി മാറ്റുന്ന പ്രക്രിയയാണ് ഉത്പതനം. നമ്മൾ അതിനെ സബ്ലിമേഷൻ എന്ന് പറയും. നമ്മുടെ പാറ്റ ഗുളിക, കർപ്പൂരം, ഈ സാധനങ്ങളൊക്കെ നടക്കുന്ന പ്രവർത്തനം ഏതെന്ന് ഇട്ട് കഴിഞ്ഞാൽ സബ്ലിമേഷൻ ആണ്. നമ്മളത് ചൂടാക്കുന്ന സമയത്ത് എന്ത് ചെയ്യും കുട്ടികളെ? അത് എന്തായി മാറും? വാതകമായി മാറും കേട്ടോ. ഈ പാറ്റ ഗുളിക, അതുപോലെ തന്നെ ഈ പറയുന്ന നമ്മുടെ കർപ്പൂരം. ഓക്കെ അല്ലേ? ശരി. പാറ്റ ഗുളിക രാസപരമായി എന്താണ്? പ്രീവിയസ് ചോദ്യമാണ്, അറിയാന്നുള്ളവർ കമന്റ് ചെയ്യുക. പാറ്റ ഗുളിക രാസപരമായി എന്താണ്? അടുത്ത്, മത്സ്യങ്ങളിലെ ഹൃദയത്തിന്റെ അറകളുടെ എണ്ണം എത്രയാണ്? മത്സ്യങ്ങളിലെ ഹൃദയത്തിന്റെ അറകളുടെ എണ്ണം ഓപ്ഷൻ സി 2 ആണ് കേട്ടോ. മത്സ്യങ്ങൾക്ക് എത്ര ഹൃദയമാണുള്ളത്? 2 ഹൃദയമാണ് മത്സ്യങ്ങൾക്ക് ഉള്ളത്. ഓപ്ഷൻ സി 2 ആണ് കേട്ടോ. അടുത്ത്, കമ്മി ബജറ്റ് എന്നാൽ എന്താണ്? കമ്മി ബജറ്റ് എന്നാൽ എന്താണ്? ഓക്കെ, കമ്മി ബജറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വരുമാനത്തേക്കാൾ ചെലവ് കൂടിയ ബജറ്റിനെയാണ് നമ്മൾ കമ്മി ബജറ്റ് അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ ഡെഫിസിറ്റ് ബജറ്റ് എന്ന് പറയും. വരുമാനത്തേക്കാൾ ചെലവ് കൂടിയ ബജറ്റിനെയാണ് നമ്മൾ കമ്മി ബജറ്റ് അല്ലെങ്കിൽ ഡെഫിസിറ്റ് ബജറ്റ് എന്ന് പറയുന്നത്. വരവും ചെലവും തുല്യമാണെങ്കിൽ നമ്മൾ അതിനെ സന്തുലിത ബജറ്റ് അല്ലെങ്കിൽ ബാലൻസ്ഡ് ബജറ്റ് എന്ന് പറയും. വരവും ചെലവും തുല്യമാണെങ്കിൽ നമ്മൾ അതിനെ സന്തുലിത ബജറ്റ് അല്ലെങ്കിൽ ബാലൻസ്ഡ് ബജറ്റ് എന്ന് പറയും. വരുമാനത്തേക്കാൾ ചെലവ് കുറഞ്ഞ ബജറ്റിനെയാണെങ്കിൽ നമ്മൾ അതിനെ മിച്ച ബജറ്റ് അല്ലെങ്കിൽ നമ്മൾ അതിനെ സർപ്ലസ് ബജറ്റ് എന്ന് പറയും. വരുമാനത്തേക്കാൾ ചിലവ് കുറഞ്ഞ ബജറ്റ് ആണെങ്കിലാണ് നമ്മൾ മിച്ച ബജറ്റ് അല്ലെങ്കിൽ സർപ്ലസ് ബജറ്റ് എന്ന് പറയും. ഓക്കെ, അപ്പൊ ഓർത്തിരിക്കുക, ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. വേൾഡ് വൈഡ് വെബിന്റെ ഉപജ്ഞാതാവ് ആരാണ്? വേൾഡ് വൈഡ് വെബ് WWWയുടെ ഉപജ്ഞാതാവ് ടിം ബെർണേഴ്സ്ലി ആണ്. WWWയുടെ വേൾഡ് വൈഡ് വെബിന്റെ ഉപജ്ഞാതാവ് ടിം ബെർണേഴ്സ്ലി. കേരള ഫോക്ലോർ അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാണ്? കേരള ഫോക്ലോർ അക്കാദമിയുടെ ആസ്ഥാനം കണ്ണൂർ ചിറക്കലാണ്. കേരള ഫോക്ലോർ അക്കാദമിയുടെ ആസ്ഥാനം കണ്ണൂർ ചിറക്കലാണ്. കേരള ഫോക്ലോർ അക്കാദമിയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ചോദ്യം, തോമസ് കപ്പ് ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കുട്ടികളെ? തോമസ് കപ്പ് ബാഡ്മിന്റൺ ആണ്. ബാഡ്മിന്റനുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു ഇനമാണ് എന്ന് പറയുന്നത് തോമസ് കപ്പ് ബാഡ്മിന്റനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്ത്, വിവരാവകാശവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതാണ്? വിവരാവകാശവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏത്? വിവരാവകാശ നിയമം പാസ്സാക്കുന്നതിൽ MKSS എന്ന സംഘടന വഹിച്ച പങ്ക് വലുതായിരുന്നു. ശരിയാണ്. MKSS എന്ന സംഘടന, മസ്തൂർ കിസാൻ ശക്തി സംഘടന എന്ന സംഘടന കാരണമാണ് ഈ വിവരാവകാശ നിയമം നിലയിൽ വന്നത്. വിവരാവകാശ നിയമത്തിൽ ഒപ്പിട്ട രാഷ്ട്രപതി ശ്രീ APJ അബ്ദുൽ കലാം. അതും ശരിയാണ്. APJ അബ്ദുൽ കലാമാണ് വിവരാവകാശ നിയമത്തിൽ ഒപ്പിട്ടത്. MKSS സംഘടനയുടെ പ്രവർത്തന മേഖല രാജസ്ഥാനായിരുന്നു. മസ്തൂർ കിസാൻ ശക്തി സംഘടനയുടെ പ്രവർത്തന മേഖല രാജസ്ഥാൻ. ശരിയാണ്. ഈ നിയമം പാസ്സാക്കിയ വർഷം 2008 ആണ്. തെറ്റാണ്. ഈ നിയമം പാസ്സാക്കിയത് ഏത് വർഷമാണ് ഉള്ളത്? 2005 ഈ നിയമം പാസ്സാക്കിയത്. 2005 ഈ നിയമം വിവരാവകാശ നിയമം പാസ്സാക്കിയത് 2005. സോ ഇവിടെ ആൻസർ ഓപ്ഷൻ സി ആണ്. 1, 2, 3. ഓക്കെ, ശരി. അപ്പം നമ്മുടെ 20 ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, എനിക്കറിയാം നമ്മുടെ സ്ഥിരം വർക്കൗട്ട് ചെയ്യുന്ന കുട്ടികളെ, അയ്യോ സാർ ഇത് എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് അല്ല, ഇത് വേണ്ടായിരുന്നു എന്ന് തോന്നും. എനിക്കറിയാം, അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. ഞാൻ പറഞ്ഞില്ല, എനിക്ക് സമയം കിട്ടിയില്ല. അപ്പം സോ അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് വർക്കൗട്ട് ചെയ്തത്. നിങ്ങൾക്ക് ക്ലാസ് കഴിക്കാൻ പറ്റത്തില്ലല്ലോ. ഓക്കെ, നമുക്ക് നാളെയൊക്കെ നല്ല ടഫ് ക്വസ്റ്റ്യൻസ്, നല്ല പാടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ സ്ഥിരം ചെയ്യുന്ന പോലത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് വർക്കൗട്ട് ചെയ്യാം. ഓക്കെ, ലൈവ് ക്ലാസ് തരണമെന്നൊരു താല്പര്യമുണ്ട്. കാരണം എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോ ഷൂട്ട് ചെയ്ത് പിന്നെ അത് എഡിറ്റ് ചെയ്തെടുക്കുമ്പോൾ ഒരു സമയം എടുക്കുന്നുണ്ട്. പിന്നെ അപ്ലോഡിങ് ഒക്കെ ലൈവ് ആകുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. ഞാൻ 2 സമയങ്ങളാണ് മനസ്സിൽ കണ്ടിരിക്കുന്നത്. 1 വൈകുന്നേരം 6 മണി, 2 രാത്രി 10:15. ഈ 2 സമയത്ത് മാത്രമേ എനിക്ക് സമയം കിട്ടുള്ളൂ. ഒരു 3/4 മണിക്കൂർ എനിക്ക് ചെയ്യാൻ പറ്റും. ഏത് സമയം ബെറ്റർ ആണെന്നുള്ള കാര്യം നിങ്ങളൊന്ന് ആലോചിച്ചിട്ട് എല്ലാവരും കൂടെ കമൻറ്റ് ചെയ്യുക. നമുക്ക് എന്ത് ചെയ്യാം, ലൈവ് ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, സോ അടുത്ത ക്ലാസ്സിൽ കാണാം.